കണ്ണൂർ പെരിങ്ങത്തൂരിൽ ശിവസൂര്യ എന്ന 17 വയസ്സുകാരനെ കാണാതായിട്ട് ഇന്നേക്ക് 10 ദിവസമായി. അന്വേഷണത്തിന് SIT രൂപീകരിച്ചിട്ടുണ്ട്. തലശ്ശേരി ASP M നന്ദഗോപന്റെ മേൽനോട്ടത്തിൽ ചൊക്ലി SIക്കാണ് അന്വേഷണ ചുമതല. കർണാടകയിലും ശിവസൂര്യയ്ക്കായി തിരച്ചിൽ നടത്തും. ഈ കഴിഞ്ഞ ഓഗസ്റ്റ് 8-ാം തീയതിയാണ് 17-കാരൻ ശിവസൂര്യ നാടുവിട്ടതും. മുഹമ്മദ് സൈഫുള്ള വിവരങ്ങൾ നൽകും. സൈഫുള്ള, ഒരു മൊബൈൽ എടുത്തു വെച്ചതിനാണ് കുട്ടി നാട് വിട്ടതെന്നാണ് രക്ഷിതാക്കളൊക്കെ പറഞ്ഞിരുന്നത്. അപ്പോൾ 10 ദിവസം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും വളരെ വേദനിച്ച് കഴിയുന്ന ഒരു കുടുംബം കൂടി അവിടെയുണ്ട്. അപ്പോൾ അന്വേഷണം ഇതുവരെ നടക്കുന്ന അന്വേഷണത്തിൽ ഒരു തരത്തിലുള്ള വിവരങ്ങളോ ഏതെങ്കിലും CCTV ദൃശ്യങ്ങളോ കുട്ടി എങ്ങോട്ട് പോയി എന്ന് കണ്ടുപിടിക്കാനുള്ള ഒന്നും ലഭിച്ചിട്ടില്ലേ സൈഫുള്ള? ജിൽസി, പോലീസിന് ഇതുവരെ ഒരു തുമ്പും ലഭിച്ചില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ വെല്ലുവിളി. പ്രദേശത്തെ CCTV ഒക്കെ പരിശോധിച്ചു. മാത്രമല്ല, തലശ്ശേരിയിൽ പാനൂരിലെയും ബസ് സ്റ്റാൻഡുകളിലെ CCTV ദൃശ്യങ്ങളൊക്കെ പരിശോധിച്ചു. തലശ്ശേരി മാഹി റെയിൽവേ സ്റ്റേഷനുകളിലെ CCTV ദൃശ്യങ്ങളും പരിശോധിച്ചു. ഇവിടെയൊന്നും ശിവസൂര്യയുടെ മുഖം എവിടെയും പതിഞ്ഞില്ല എന്നുള്ളതാണ്. ഇതാണ് പോലീസിന് തിരിച്ചടിയായി മാറിയത്. പ്രദേശവാസികളായ 2 പേർ ഓഗസ്റ്റ് 8-ാം തീയതി ശിവസൂര്യ ബാഗുമായി പോകുന്നത് കണ്ടു എന്നുള്ളൊരു മൊഴി പോലീസിന് ലഭിച്ചിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് ഒന്നും തന്നെ ഒരു വിവരവും പോലീസിന് ലഭിച്ചിട്ടില്ല. അപ്പോൾ എവിടെ അന്വേഷണം തുടങ്ങണം എന്നുള്ളൊരു പ്രതിസന്ധിയിലാണ് പോലീസ് ഉള്ളത്. അതിനിടയിലാണ് SIT രൂപീകരിച്ചിരിക്കുന്നത്. തലശ്ശേരി ASPയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പുതുതായി കേസ് അന്വേഷിക്കുന്നത്. അതിൽ തലശ്ശേരി സ്ക്വാഡ് എന്നറിയപ്പെടുന്ന ACPയുടെ സംഘത്തിൽ ACP സ്ക്വാഡിലെ ചില ആളുകൾ കൂടെ ഈ SITയുടെ ഭാഗമായിട്ടുണ്ട്. അന്വേഷണം കർണാടക കേന്ദ്രീകരിച്ച് നടത്തുന്നുണ്ട്. വിവരങ്ങളൊന്നും ലഭിച്ചില്ലെങ്കിലും തൊട്ടടുത്ത സംസ്ഥാനം എന്ന നിലയിൽ കണ്ണൂരിൽ നിന്നും ഏറ്റവും അടുത്ത മൈസൂർ, ബാംഗ്ലൂർ പോലെയുള്ള പ്രദേശങ്ങളിൽ എത്തിപ്പെടാൻ എളുപ്പം ആയി തോന്നുന്ന പ്രദേശങ്ങളിലൊക്കെ തെരച്ചിൽ നടത്താനാണ് പോലീസിന്റെ തീരുമാനം. മൈസൂരിലേക്ക് ഒരു സംഘം പുറപ്പെട്ടിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ബാംഗ്ലൂരിലേക്കും ഒരു സംഘം ഇന്ന് തന്നെ പുറപ്പെടും എന്നുള്ളതാണ് പോലീസ് അറിയിച്ചിട്ടുള്ളത്. മാത്രമല്ല, ഈ വിദ്യാർത്ഥി നാട് വിട്ടത് കാശിക്ക് പോകുന്നു എന്ന് കത്തെഴുതി വെച്ചാണ്. ഈ വാരണാസിയിലെ മലയാളി സംഘടനയുമായി പോലീസ് ബന്ധപ്പെട്ടിട്ടുണ്ട്. കുട്ടിയുടെ ഫോട്ടോ ഒക്കെ ഈ സംഘടനകൾക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട്. എന്തെങ്കിലും രീതിയിലുള്ള വിവരങ്ങൾ കിട്ടുവാണെങ്കിൽ പോലീസിനെ അറിയിക്കാൻ വേണ്ടി അറിയിച്ചിട്ടുമുണ്ട്. ആ പ്രദേശങ്ങളിൽ ആവശ്യമാണെങ്കിൽ പോലീസ് അവിടെയും തെരച്ചിൽ നടത്തും. കാരണം ഈ കേസിൽ ഇതുവരെ ഒരു തുമ്പും ലഭിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ സാധാരണ ഈ രീതിയിൽ CCTV ദൃശ്യങ്ങളാണ് പോലീസിന് നിർണായകമായി മാറാറ്. ഏതെങ്കിലും പ്രദേശത്തുള്ള ഒരു CCTV ദൃശ്യം ലഭിച്ചു കഴിഞ്ഞാൽ അത് പിടിച്ച് ഏത് ദിശയിലേക്കാണ് ഈ കാണാതായ വ്യക്തി നീങ്ങിയത് എന്ന് കണ്ടെത്താൻ വേണ്ടി പോലീസിന് സാധിക്കാറുണ്ട്. പക്ഷേ ഇവിടെ എവിടെയും ശിവസൂര്യയുടെ ദൃശ്യം CCTVയിൽ പതിഞ്ഞിട്ടില്ല. അതാണ് ഏറ്റവും വലിയ വെല്ലുവിളിയായി പോലീസിന് മുന്നിലുള്ളത്. ഈ കഴിഞ്ഞ ഓഗസ്റ്റ് 8-ാം തീയതിയാണ് ശിവസൂര്യ വീട്ടിൽ നിന്നും കത്തെഴുതി വെച്ച് ഇറങ്ങിപ്പോയത്. മൊബൈൽ ഗെയിമിങ്ങിന് അഡിക്റ്റ് ആയിരുന്നു കുട്ടി. ഏതാണ്ട് 50,000-ഓളം രൂപ ഈ മൊബൈൽ ഗെയിമുമായി ബന്ധപ്പെട്ട് നഷ്ടപ്പെട്ടിട്ടുണ്ട്. അതിനെ തുടർന്നാണ് വീട്ടുകാർ ശിവസൂര്യയുടെ മൊബൈൽ ഫോൺ വാങ്ങിവെച്ചത്. ആ ഒരു മനോവിഷമത്തിൽ അച്ഛൻ വീട്ടിലില്ലാത്ത സമയം നോക്കിയാണ് ശിവസൂര്യ കത്തെഴുതി വെച്ച് വീട് വിട്ടിറങ്ങിയത്. ഏതാണ്ട് ഉച്ചഭക്ഷണം കഴിക്കാൻ വേണ്ടി അച്ഛൻ്റെ അമ്മ ശിവസൂര്യയെ വിളിക്കാൻ പോയപ്പോഴാണ് കുട്ടി അവിടെ ഇല്ല എന്ന് മനസ്സിലാക്കിയത്. പിന്നീട് നടത്തിയ തിരച്ചിലാണ് മുറിയിൽ നിന്നും ഒരു കുറിപ്പ് കണ്ടെത്തിയത്. പിന്നീട് ആ ദിവസം തന്നെ പോലീസ് ശിവസൂര്യക്കായി പല ഭാഗങ്ങളിലായി തിരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്താൻ വേണ്ടി സാധിച്ചിട്ടില്ല. പോലീസിന് ഇതുവരെ ഒരു സൂചനയും ലഭിച്ചിട്ടില്ല. ഇനി മറ്റ് സംസ്ഥാനങ്ങളിലേക്കൊക്കെ അന്വേഷണം വ്യാപിപ്പിക്കുന്നത് എന്തെങ്കിലും രീതിയിലുള്ള ബസ്സുകളിലൊക്കെ പെട്ടെന്ന് എത്തിപ്പെടാൻ സാധ്യതയുള്ള സ്ഥലമായതുകൊണ്ടാണ് മൈസൂരിലേക്ക് പോയിട്ടുള്ളത്. ഇനി കോഴിക്കോട് വടകര റെയിൽവേ സ്റ്റേഷനിലെ CCTV ദൃശ്യങ്ങൾ കൂടെ പരിശോധിക്കാൻ പോലീസിന് ഒരുങ്ങിയിട്ടുണ്ട്. ഇന്നോ നാളെയോ മറ്റോ ആ പ്രദേശങ്ങളിൽ പോയി, റെയിൽവേ സ്റ്റേഷനുകളിൽ പോയി CCTV ദൃശ്യങ്ങൾ പരിശോധിക്കും. എന്തായാലും ശിവസൂര്യക്ക് വേണ്ടിയുള്ള അന്വേഷണ സംഘം SIT രൂപീകരിക്കാൻ കാരണം പിതാവ് ആഭ്യന്തര വകുപ്പിലും ജില്ലാ കളക്ടറും ഒക്കെ പരാതി കൊടുത്തതിന്റെ അടിസ്ഥാനത്തിലാണ്. കഴിഞ്ഞ ദിവസമാണ് SIT രൂപീകരിച്ചത്. അന്വേഷണം നേരത്തെ തന്നെ നടക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ പുതിയൊരു ടീമും കൂടെ ജോയിൻ ചെയ്തു എന്നുള്ളതാണ്. ഇനി ഈ വരും ദിവസങ്ങളിൽ തന്നെ കൂടുതൽ പ്രദേശങ്ങൾ തിരിച്ച് 2 സ്ക്വാഡായി തിരിഞ്ഞ് അന്വേഷണം നടത്താനാണ് പോലീസിന്റെ തീരുമാനം. ജിൽസി.